ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ തൊലി കറുത്ത് നന്നായിട്ട് അങ്ങ് പഴുത്തങ്ങ് എത്തിയൊക്കെ പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചൊന്ന് തൊലി കറുത്താൽ പോലെ എൻ്റെ മക്കൾ പഴമൊന്നും തൊടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇത് പഴങ്ങളൊക്കെ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ വേണ്ടാതെ അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ അത് വെച്ച് നല്ലൊരു അടിപൊളി കേക്ക്, നല്ല സൂപ്പർ സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ ഇതേ അകം വശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും പഞ്ഞി പോലെയുള്ള കേക്ക് ഇത് പഴം വെച്ചിട്ട് ഉണ്ടാക്കിയതെന്ന് പോലും പറയില്ല കേട്ടോ. കാണുമ്പം കഴിക്കാനാണെങ്കിലോ അത്രയും സോഫ്റ്റുമാണ്, നല്ല പഴത്തിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പഴം ഈ പരുവത്തിലുള്ള പഴം വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും കമൻറ്റും തരാതിരിക്കല്ലേ. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതേ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം സൈസ് 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട ആവശ്യമാണ് ഇതിന്, 3 മുട്ട തന്നെ ആവശ്യമാണ്. അപ്പം ചെറിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഒരു 3 മുട്ട ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് 4 കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ വിസ്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായി എല്ലാവിടെയും മിക്സായി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 തവണ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നിർബന്ധമാണ് കേട്ടോ. മിക്സിങ് ശരിയായില്ലെങ്കിൽ നമ്മുടെ കേക്കിൽ അവിടെ ഇവിടെയായിട്ട് ബേക്കിംഗ് സോഡയൊക്കെ കട്ട കെട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേ റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കും. അപ്പം ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്നത് പോലെ എണ്ണ നന്നായി തടവി കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല ഒരു ടേബിൾ സ്പൂണോളം മൈദ തൂവി കൊടുത്ത് നല്ല പോലെ എല്ലാവിടെയും സ്പ്രെഡാക്കി എടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന മൈദ ഉണ്ടെങ്കിൽ അത് തട്ടി കളഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പം ബട്ടർ പേപ്പർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ എണ്ണ തടവി ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബേക്കിംഗ് ട്രേയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തവർ മൈദ വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച 3 മീഡിയം സൈസിലുള്ള മുട്ട ഒരു ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയും നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ടയുള്ള കേക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എസൻസ് കൂടെ തന്നെ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ മണം നന്നായി കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വാനില എസൻസിനോടൊപ്പം ഒരു 2-3 ഡ്രോപ്പ് മിൽക്ക് എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ബേക്കറികളിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. വാനില എസൻസ് മാത്രം മതിയാവുക. അപ്പോൾ ആ മുട്ടയും വാനില എസൻസും കൂടെ നന്നായി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/3 കപ്പ് നമ്മൾ ഏത് ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കേക്കിൻ്റെ ഫ്ലോർ, മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ള മിക്സ് നമ്മൾ ഇതിനകത്തോട്ട് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം വീഡിയോ ചെറിയ രീതിയിലൊന്ന് സ്പീഡാക്കിയതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ്. ഞാൻ പതുക്കെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് പതുക്കെ മിക്സ് ചെയ്യാവുള്ളൂ. ആ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ പഫ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്പോഞ്ച് പോലെയുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മളത് പതുക്കെ അവിടെ 2 തവണയായിട്ടും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പഴം പഞ്ചസാര പൊടിച്ച് അതേ ജാറിലിട്ടിട്ട് ഞാൻ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരു കളഞ്ഞ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ എന്തായാലും കുരുവൊന്നും കളയുന്നില്ല, വീട്ടിലേക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ ആ പഴം മൊത്തത്തിൽ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി അടിച്ചെടുത്തിട്ട് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്യാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കിയതുകൊണ്ട് ഇങ്ങനെ കാണുന്നതാണ്. പതുക്കെ തന്നെ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതേ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ രണ്ടോ മൂന്നോ തവണ ഒന്ന് തട്ടി കൊടുക്കാം. അതിൽ എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹോള് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തട്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്നത് പോലെ സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുക. റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മണലിട്ട് കൊടുക്കുന്നില്ലെങ്കിലില്ല, പാത്രത്തിനകത്തോട്ട് നേരിട്ട് റിങ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. മണലാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ബേക്കിംഗ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഏറ്റവും ചെറിയ തീയിൽ നമുക്കൊരു 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കേക്ക് നന്നായി റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ അത്യാവശ്യം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കേക്ക് ബേക്കായോ നോക്കുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ, നടുവിൽ നമ്മൾ കുത്തി കൊടുക്കണം. കാരണം ഏറ്റവും ലാസ്റ്റ് ബേക്ക് ആവുന്നത് നടുഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് സമയമായി കഴിഞ്ഞാൽ കുത്തി നോക്കുന്നത് നടുവശത്തായിരിക്കണം. അപ്പോൾ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അവിടെ കിടന്ന് ഹാർഡായിപ്പോവും. ചൂട് പാത്രത്തിനകത്തോട്ട് ഇരിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ താഴേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ സ്പോഞ്ച് അത്യാവശ്യം ഒന്ന് ചൂട് ആറിയിട്ടുണ്ട്. നന്നായി ആറിയിട്ടൊന്നുമില്ല, എന്നാലും പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അല്ലേ, നല്ല സൂപ്പർ സ്പോഞ്ച് കേക്കാണ്. അത്രയും ടേസ്റ്റാണ്. നല്ല പഴത്തിൻ്റെ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പഴം കഴിക്കാത്ത കുട്ടികൾ എന്തായാലും ഇത് കഴിക്കും. വൈകിട്ടത്തെ ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു അത്യാവശ്യം മധുരം ഉണ്ടാവും. ഞാൻ ഏതായാലും കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം മധുരം ഉണ്ട്, പഴത്തിൻ്റെ മധുരം കൂടി ആയപ്പോൾ. അപ്പം നിങ്ങൾക്ക് മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മധുരം മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും മധുരം ഇഷ്ടമായതുകൊണ്ട് ആ 3/4 കപ്പ് മധുരം ഇതിന് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് അല്ലെങ്കിൽ ബനാന സ്പോഞ്ച് കേക്ക് കണ്ടല്ലോ, എത്ര ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഈ ബനാന വെച്ചുണ്ടാക്കാൻ പറ്റുന്നു. ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കറിയാം, അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടേസ്റ്റും അതുപോലെ തന്നെ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ ബനാന കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.